കൂട്ടുകാരെ, നമ്മളിന്ന് ചന്ദ്രന് ക്വിസുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആയ വന്നുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇതിൽ ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇട്ടിട്ടുള്ളത്. അതിനാൽ ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണേണ്ടതാണ്. പിന്നെ ഇത് നമ്മുടെ ചാനലിലെ ഫസ്റ്റ് ക്വിസ് വീഡിയോ ആയതിനാൽ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കണേ. അപ്പോൾ പറഞ്ഞു നിൽക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്? ഉത്തരം ഡോക്ടർ വി നാരായണൻ. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ക്രയോമാൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഇതും നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ ഉത്തരം തന്നെയാണ്, ഡോക്ടർ വി നാരായണൻ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം വിക്രം സാരാഭായ്. അടുത്ത ചോദ്യം, ചന്ദ്രനിൽ രണ്ടാമതായി കാല് കുത്തിയത് ആരാണ്? നമുക്കറിയാം, ആദ്യം ഒരാൾ കുത്തിയുണ്ട്, ഇനി രണ്ടാമതായി കാല് കുത്തിയത് ആരാണ്? ഉത്തരം എഡ്വിൻ ആൾഡ്രിൻ. അടുത്ത ചോദ്യം, ചന്ദ്രനെ കുറിച്ചുള്ള പഠനത്തിന്റെ പേര് എന്താണ്? മണ്ണിനെ കുറിച്ചും എല്ലാത്തിനും കുറിച്ച് പഠനമുള്ള പോലെ ചന്ദ്രനുമുണ്ട്, അതിന്റെ പേരാണ് സെലനോളജി. അടുത്ത ചോദ്യം, ISROയുടെ ആദ്യ ചെയർമാൻ ആരാണ്? ഇപ്പോഴത്തേതാണ് ഡോക്ടർ വി നാരായണൻ, ആദ്യത്തേത് ആരാണെന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരം വിക്രം സാരാഭായ്. ISROയുടെ പൂർണ്ണ രൂപം എന്താണ്? ഉത്തരം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ ബഹിരാകാശ സ്ഥാപനം ഏത്? ഉത്തരം നാസ. അടുത്ത ചോദ്യം, ചന്ദ്രന്റെ ഇരുണ്ട ഭാഗത്ത് പേടകം ഇറക്കിയ ആദ്യ രാജ്യം ഏതാണ്? ചൈനയാണ് ഉത്തരം. അടുത്ത ചോദ്യം, റിഗോലിത്ത് എന്നറിയപ്പെടുന്ന ചന്ദ്രന്റെ മണ്ണ് ശേഖരിച്ച് ഭൂമിയിൽ എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിന്റെ പേര് എന്താണ്? ഉത്തരം ചന്ദ്രയാൻ 4. ചന്ദ്രയാൻ 4 എന്നും നമുക്ക് എഴുതാം, രണ്ടും സെയിം തന്നെ കേട്ടോ. അടുത്തത്, ദിവസത്തിന് വർഷത്തേക്കാൾ ദൈർഘ്യമുള്ള സൗരയൂഥത്തിലെ ഗ്രഹം ഏതാണ്? ഉത്തരം ശുക്രൻ. ഏറ്റവും തിളങ്ങുന്ന ഗ്രഹവും ശുക്രനാട്ടോ. അടുത്തത്, എവിടെ നിന്നാണ് ചന്ദ്രയാൻ 2 വിക്ഷേപണം നടത്തിയത്? ഇത് എല്ലാവർക്കും അറിയുന്ന ചോദ്യമാണ്, ശ്രീഹരിക്കോട്ട. അടുത്ത ചോദ്യം, ചന്ദ്രനിൽ ആണവനിലയം നിർമ്മിക്കാൻ തീരുമാനിച്ച ആഡംബര കാർ നിർമ്മാതാക്കൾ ആരാണ്? ഉത്തരം റോൾസ് റോയ്സ്. അടുത്ത ചോദ്യം, വനിതകളെ മാത്രമായി ബഹിരാകാശത്ത് എത്തിച്ച് വിജയകരമായി മടങ്ങിയെത്തിയ ആദ്യ പേടകം ഏതാണ്? ഉത്തരം ന്യൂ ഷെപ്പേർഡ്. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ചോദ്യം, ശുക്ര പര്യവേഷണം നടത്തുന്നതിനായി വെനീറ ഡി എന്ന ദൗത്യം ആരംഭിച്ചത് ഏത് രാജ്യമാണ്? ഇതെല്ലാവർക്കും അറിയുന്ന രാജ്യമാണ് റഷ്യ. അടുത്ത ചോദ്യം, ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന ഭൂമിയിലെ മനുഷ്യനിർമ്മിത വസ്തു ഏതാണ്? നമ്മൾ കുറേ മനുഷ്യനിർമ്മിത വസ്തുക്കളുണ്ട്, അതിലേതാണ് കാണുക? ഉത്തരം ചൈനയിലെ വൻമതിൽ. അടുത്ത ചോദ്യം, ISROയുടെ വിക്ഷേപിച്ച ആദ്യത്തെ ഉപഗ്രഹം ഏതാണ്? ഉത്തരം ആര്യഭട്ട. അപ്പോൾ ഗേസ്, ഇത്രയുള്ള നമ്മളെ ക്വസ്റ്റ്യൻസ്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.